പ്രധാനമന്ത്രി ഇന്ത്യൻ നടപടികൾ ചർച്ച ചെയ്യാൻ പാകിസ്ഥാനിൽ ദേശീയ സുരക്ഷാ കൗൺസിൽ യോഗം ഇന്ന് ചേരുന്നുണ്ട്. അതേസമയം സൈനിക നടപടി അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ സർവകക്ഷി യോഗം ചേരും. ജമ്മുവിൽ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുടെ അധ്യക്ഷതയിലും യോഗം ചേരുന്നുണ്ട്. പ്രധാനമന്ത്രി ഇന്ന് ബീഹാറിലാണ്. ഇവിടെ വെച്ച് അദ്ദേഹത്തിന്റെ പ്രതികരണവും ഇന്നത്തെ ദിവസം പ്രതീക്ഷിക്കുന്നുണ്ട്. KP അഭിലാഷ് വിവരങ്ങളുമായി. അഭിലാഷ്, ഈ വിഷയങ്ങളെ വളരെ ഗൗരവത്തോടെ സമീപിക്കുമ്പോഴും ഇന്ത്യ നൽകുന്ന ഒരു സന്ദേശം ഇതൊക്കെ ഇന്ത്യക്ക് കൈകാര്യം ചെയ്യാവുന്നതിൽ വളരെ കുറഞ്ഞൊരു കേസ് എന്ന മട്ടിലാണ്. ഇന്നിപ്പോൾ പ്രധാനമന്ത്രി ബീഹാറിലാണുള്ളത്. ഉദാഹരണത്തിന് രാജ്നാഥ് സിംഗ് കൃത്യമായ യോഗം വിളിക്കുന്നുണ്ട്, ഒമർ അബ്ദുള്ള കശ്മീരിൽ യോഗം വിളിക്കുന്നുണ്ട്. ഇതിന്റെ ഒക്കെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാനിടയുള്ള പാകിസ്ഥാനിലും ഒരു യോഗം നടക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസം കഴിയുമ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്? ശ്രീജ, ബൽഗാമിലെ തീവ്രവാദി ആക്രമണത്തിന് മണിക്കൂറുകൾ പിന്നിട്ട് കഴിയുമ്പോൾ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് രാജ്യം കടക്കുന്നു എന്നത് വ്യക്തമാവുകയാണ്. ഇനി നമുക്കറിയേണ്ടത് ഏത് തരത്തിലുള്ള സൈനിക നീക്കമാണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇന്നലെ തന്നെ വളരെ തന്ത്രപ്രധാനമായ തീരുമാനങ്ങൾ ഇന്ത്യ കൈക്കൊണ്ടിരുന്നു. അത് വിദേശകാര്യ സെക്രട്ടറി വാർത്താ സമ്മേളനത്തിലൂടെ തന്നെ അറിയിക്കുകയും ചെയ്തു. ഇപ്പോൾ പാകിസ്ഥാന്റെ ഇന്ത്യയിലെ സ്ഥാനപതി കാര്യാലയത്തിന്റെ മേധാവിയെ ആണ് ഇന്ത്യ നേരിട്ട് വിളിപ്പിച്ചിട്ടുള്ളത്. അതായത് ഇന്ത്യ നയതന്ത്ര തലത്തിൽ സ്വീകരിച്ചിട്ടുള്ള ഈ കടുത്ത നിലപാടുകൾ നേരിട്ട് ഈ ഉദ്യോഗസ്ഥരെ രേഖാമൂലം അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ വിളിപ്പിച്ചിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് 1960 നിലവിൽ വന്ന സിന്ധു നദീജല കരാർ മരവിപ്പിച്ചു നിർത്തുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ വാഗ അതിർത്തി അടയ്ക്കുന്നു എന്നുള്ള തീരുമാനമാണ്. ഒപ്പം ഇന്ത്യയിൽ തുടരുന്ന പാകിസ്ഥാൻ പൗരന്മാർക്ക് കേവലം 48 മണിക്കൂർ മാത്രമാണ് സമയപരിധി നിശ്ചയിച്ചിട്ടുള്ളത്. ഈ 48 മണിക്കൂറിനകം തന്നെ ഇവർ രാജ്യം വിടണം എന്ന വളരെ പ്രധാനപ്പെട്ട തീരുമാനം. ന്യൂഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഡിഫൻസ് അറ്റാഷമാരെ പുറത്താക്കി എന്ന തീരുമാനം. ഇവർ ഒരാഴ്ചക്കകം രാജ്യം വിടണം. ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിലെ ഡിഫൻസ് അറ്റാഷമാരെ പിൻവലിക്കും എന്നുള്ള തീരുമാനം. അതോടൊപ്പം തന്നെ ഇരു രാജ്യങ്ങളിലെയും നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ എണ്ണം 55 നിന്ന് 30 വെട്ടിച്ചുരുക്കിയ തീരുമാനം. ഇങ്ങനെ ഇന്ത്യ നയതന്ത്ര തലത്തിൽ പാകിസ്ഥാനെതിരെ സ്വീകരിച്ചിട്ടുള്ള തീരുമാനങ്ങൾ ഔദ്യോഗികമായി അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഹൈക്കമ്മീഷൻ മേധാവിയെ നേരിട്ട് വിളിച്ചു വരുത്തുകയും ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ ഇന്ന് വളരെ പ്രധാനപ്പെട്ട യോഗങ്ങൾ ചേരുന്നുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് ഇന്ന് നടക്കുന്ന സർവകക്ഷി യോഗം ആണ്. വിദേശകാര്യ മന്ത്രി, ആഭ്യന്തരമന്ത്രി, പ്രതിരോധ മന്ത്രി എന്നിവർ ഈ യോഗത്തിൽ പങ്കെടുക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ആണ് യോഗം ചേരുന്നത്. നിലവിലെ സാഹചര്യം ഉൾപ്പെടെ, അതായത് ഈ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലം, അതോടൊപ്പം ഇപ്പോൾ ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ള